വർത്തമാനം. അതിഥി സംഭാഷണത്തിന്റെ അനുപമവേള. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വർത്തമാനം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ഒരു ബഹുമുഖ പ്രതിഭയാണ്. അദ്ദേഹം ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള വി ബീറ്റ്സ് എന്ന നാടക പ്രസ്ഥാനത്തിലാണ്. കൂടാതെ അവിടെ കുറേ ഷോകളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്ക് വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യാം മനോജ് ശിവയെ. നമസ്കാരം. നമസ്കാരം സർ. വളരെയധികം സന്തോഷം താങ്കളെ ഈ വേദിയിലേക്ക് നമുക്ക് ലഭിച്ചതിൽ. കാര്യം, ഞാൻ ഇന്നലെ താങ്കളുടെ ഒരു തിയേറ്റർ വർക്ക്ഷോപ്പ് കാണാനിടയായി. 2 ദിവസം നീണ്ടു നിന്ന ഒരു തിയേറ്റർ വർക്ക്ഷോപ്പ് തിരുവനന്തപുരം ഭാരത് ഭവനിലാണ് താങ്കൾ നടത്തിയത്. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് ചെറുപ്പക്കാർ, ഏതാണ്ട് 52ഓളം ചെറുപ്പക്കാർ ആ ഒരു താങ്കളുടെ ശിക്ഷണത്തിൽ ആ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്തു. ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? ആദ്യമായി ഞാൻ ലാൽ സാറിന് നന്ദി പറയുന്നു. കാര്യം എങ്ങനെയോ അല്ല, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വഴി സാർ അവിടെ വരികയും വന്നിട്ട് അറിയാത്ത നിന്നു. എന്താ കാര്യം, ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് എന്താണെന്നുള്ള സുഹൃത്ത് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ എനിക്ക് അവസാനം കണ്ടിട്ടും സാർ അതിനെക്കുറിച്ച് ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. കാര്യം ഇതിനൊരു റീച്ച് വളരെ വലുതാണ്. അതിൽ നിന്ന് തന്നെ തുടങ്ങാം. കാര്യം എങ്ങനെയായിരുന്നു വർക്ക്ഷോപ്പ് എന്നുള്ളത് ഒരു ചലഞ്ചായിരുന്നു. കാര്യം ഞാൻ ഇംഗ്ലണ്ടിലാണ് ഇതിൻ്റെ എല്ലാ സാധ്യതകളും. ആദ്യം പറയാം, ഇതൊരു ഇംപ്രോ എന്ന് പറയുന്നത് മലയാളത്തിൽ പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇംപ്രൊവൈസേഷൻ, അതായത് മനോധർമ്മം. അത് ചിലപ്പോൾ സ്പോണ്ടേനിയസ് എന്നൊക്കെ പറയാം. എന്നാലും ഇംപ്രോ എന്ന് പോകുന്നതാണ്. നമ്മളിപ്പം ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടമെടുക്കുന്നുണ്ട്. ഇപ്പം ഗുരു എന്ന് പറഞ്ഞ വാക്ക് ഇപ്പം ഇംഗ്ലീഷുകാർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ്, ടീച്ചറിന് ഗുരു എന്ന്. അതുപോലെ ഇംപ്രോ എന്ന് തന്നെ ഞാൻ ഈ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാം. ഈ കോൺവെർസേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് ഇംപ്രോ എന്ന് പറയുന്നു. ഇപ്പം ഞാനും സാറുമായിട്ട് സംസാരിക്കാനിരിക്കുന്നു. സാറിൻ്റെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് എടുത്തായിരിക്കും സാറ് സംസാരിക്കുന്നത്. അപ്പോൾ ഇംപ്രോ എന്ന് പറയുന്ന ഇത് തന്നെയാണ്. കാര്യം അടുത്തിരിക്കുന്ന ആള് അല്ലെങ്കിൽ നമ്മളുമായിട്ട് സഹകരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആവാം, നമുക്ക് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഒരു വ്യക്തി, നമ്മളെ ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ മുമ്പ് ഇരിക്കുന്ന സഹപ്രവർത്തക അല്ലെങ്കിൽ ആരായാലും. അപ്പം അവരെ മെച്ചപ്പെടുത്തലെന്നും ഒരു അർത്ഥം ഇംപ്രൊവൈസേഷന് കൊണ്ടുവരാം, മെച്ചപ്പെടുത്തുക. അപ്പം അങ്ങനെ ഒരു രീതിയിൽ കാണുകയാണെങ്കിൽ നമ്മൾ വന്നിരിക്കുന്ന ഈ ഒരു സീൻ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആവാം, അല്ലെങ്കിൽ വേറെ വീട്ടിൻ്റെ അകത്തുള്ളൊരു സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മീറ്റിംഗ് ആവാം, എവിടെയും നമുക്ക് എത്രത്തോളം അത് മെച്ചപ്പെടുത്താൻ പറ്റും, എത്രത്തോളം അത് നന്നാക്കാൻ പറ്റും, എത്രത്തോളം അതിന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും, അതേസമയം ആ ബന്ധം എങ്ങനെ കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റും, ഇതെല്ലാ എലിമെൻറ്റുമാണ് ഇംപ്രോയിലുള്ളത്. പിന്നെ അത് ഇന്നലെ സംഭവിച്ചത് തിയേറ്ററിൽ, അതായത് നാടകവുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള സാധ്യതകൾ എന്താണ് എന്നതായിരുന്നു ഇന്നലെ എനിക്ക് ഏൽപ്പിക്കപ്പെട്ട ജോലി. അതായത് ഒരു വർക്ക്ഷോപ്പ് നടത്തുമ്പം അതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണ്, അതെന്താണ്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്കം, ഇത് വ്യക്തമാക്കിയിട്ടാണല്ലോ നമ്മൾ എന്തായാലും വർക്ക്ഷോപ്പിൽ ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് തന്ന പ്രമോദ് പയ്യന്നൂർ ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറിയാണ്. അപ്പം മെമ്പർ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹമായിട്ട് ഞാൻ ഈ കാര്യം പറയുന്നു. പ്രമോദിന് ഇത് ഭയങ്കര ഇമ്പ്രസീവായി. കാര്യം ഇത് മനോജ് ചെയ്യണം. ഞങ്ങൾ കുറച്ച് 10 വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പക്ഷെ അറിയില്ല ആൾക്കാർ ഇത് റീച്ച് ആവുമോ, എത്ര പേര് വരും, എങ്ങനെയൊന്നും അറിയില്ല. പുള്ളി പറഞ്ഞു, ഞാൻ എല്ലാ പ്രാവശ്യത്തെ പോലെ ഒരു ചെറിയ ആഡ് പോലെ ന്യൂസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പം ഒരുപാട് എൻക്വയറി വരുന്നു. 60 പേര് വരെ അത് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായി. അപ്പോഴെനിക്ക് പേടിയായി. കാര്യം പേടിയല്ല, 60 പേരെ വെച്ചുകൊണ്ട് ഞാനൊരു വർക്ക്ഷോപ്പ് ഇംഗ്ലണ്ടിലൊന്നും ചെയ്തിട്ടില്ല. കാര്യം ഇതൊരു കുറച്ച് പേർക്ക് 15-20 പേർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഗെയിംസ് കൊടുക്കാം, അങ്ങനെ. പക്ഷെ 60 പേര് വന്നപ്പോൾ നമുക്കൊരു ചലഞ്ചിങ് ആയി. കാര്യം പ്രമോദ് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു സ്ക്രീനിങ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു വേണ്ട. കാര്യം ഇതിനുള്ള അവയർനെസ് എത്രത്തോളം ആൾക്കാരിൽ എത്തുന്നോ അത്രയും നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. 60 പേരെ നമ്മൾ സ്റ്റേജിൽ ഇതിൻ്റെ കാര്യങ്ങൾ അവർ പഠിച്ച കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഒരു കുറഞ്ഞതൊരു 2 പ്രൊഡക്ഷനിൽ നിൽക്കത്തില്ല. ഒരു അരമണിക്കൂറിൻ്റെയോ 20 മിനിറ്റിൻ്റെയോ 2 ഇംപ്രൊവൈസേഷണൽ പ്ലേ
ചെയ്യാൻ നമുക്ക് നിൽക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ 2 പ്ലേയിൽ നിന്ന് ഞാൻ ആൾ കൂടിയത് കൊണ്ട് വീണ്ടും 2 പ്ലേയും കൂടെ ചെറുതായിട്ട് ചെയ്ത് അങ്ങനെ എല്ലാവർക്കും അനുഭവമാകുന്ന രീതിയിൽ ഇതിനെ എത്തിക്കുക എന്ന് പറയുന്നത്. കാരണം ഇത് അവർക്കെല്ലാം പുതിയൊരു കാര്യമാണ്. അതെ അതെ തീർച്ചയായിട്ടും. ഞാൻ ഇന്നലെ ഇത് ശ്രദ്ധിച്ചത്, ഇപ്പോൾ ഒരു 3 നാടകങ്ങൾ അവിടെ 20 മിനിറ്റ് വീതമുള്ള 3 നാടകങ്ങളാണ് അവസാനമായി അവിടെ അരങ്ങേറിയത്. ഇതിനകത്ത് ആർക്കും പ്രത്യേകമായ സ്ക്രിപ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നിങ്ങൾ അവർക്ക് കഥാപാത്രങ്ങൾക്ക് അതിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുന്നു, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് നിർത്തണമെന്ന് പറയുന്നു. ഈ സമയത്ത് ഈ കഥാഗതിക്കനുസരിച്ച് അവരുടേതായ ഭാഷയിൽ അവർ തന്നെ സ്ക്രിപ്റ്റ് പറയുകയാണ്. അവർ തന്നെ രൂപപ്പെടുത്തിയ സ്ക്രിപ്റ്റാണ്. അതാണ് മനോധർമ്മം എന്ന് താങ്കൾ ഇപ്പോൾ ആദ്യം ഉപയോഗിച്ച മനോധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ മനോധർമ്മത്തിലൂടെ മാത്രമാണ് ഇന്നലെ ഈ 3 നാടകങ്ങളും അവിടെ അരങ്ങേറിയത്. കൃത്യമായ ഒരു സ്ക്രിപ്റ്റിംഗ് ഇല്ലാത്തൊരു നാടകം. അതൊരു വലിയ ചലഞ്ചല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ സാറിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും ഞാൻ സംസാരിക്കുന്നതും തമ്മിൽ ദർ ഇസ് നോ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ്. സാറ് വീട്ടിൽ പോയി വൈഫായിട്ട് ടെക്സ്റ്റ് വച്ചിട്ടല്ലോ സംസാരിക്കുന്നത്. ഇപ്പോൾ അവിടെ ഇരിക്കുന്നു പറയുന്നു ഇങ്ങനെ ഒരാൾ കല്യാണം വിളിക്കാൻ വന്നിരുന്നു. സോ സബ്ജക്റ്റ് മാറി. അപ്പോൾ ആരാണ് കല്യാണം വിളിക്കാൻ വന്നത്? അപ്പോൾ സാറിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള മെമ്മറിയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ടെക്സ്റ്റ് പോലെ ഉള്ളിൽ അങ്ങ് വരികയാണ്. മനസ്സിലായല്ലോ? അപ്പം വൈഫ് ചോദിക്കുന്ന ചോദ്യത്തിന് ഇതിൻ്റെ ഒരു ചെറിയ റൂൾ എന്ന് പറഞ്ഞാൽ ഒരാൾ സംസാരിക്കുന്ന ആൾ പറയുന്നതിന് ആദ്യം അക്സെപ്റ്റ് ചെയ്യും. യെസ് എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ആൻഡ് എന്നുള്ള തിയറിയാണ്. അപ്പം വൈഫ് ആരാണ് വന്നിരുന്നത്? അതിങ്ങനെ നിങ്ങൾക്ക് അറിയില്ലേ, പഴയ തിരുവനന്തപുരത്തുള്ള ഞങ്ങളുടെ സുഹൃത്ത് രാജേഷിന്റെ മോളുടെ കല്യാണമാണ് വിളിക്കും. യെസ് രാജേഷ് അവൻ വന്നിരുന്നല്ലേ, അപ്പോൾ അക്സെപ്റ്റ് ചെയ്തു. ഇനി അവൻ 2 കുട്ടികളല്ലേ ഉള്ളു. സോ നിങ്ങൾ സാറിന്റെ മെമ്മറി എല്ലാം റിലേറ്റ് ചെയ്തുകൊണ്ട് യു ആർ കളക്ടിങ് ഓൾ ഫാക്ട്സ് അബൌട്ട് രാജേഷ് ആൻഡ് തിരുവനന്തപുരം, അവൻ പഠിച്ചത്, എത്ര കുട്ടികളുണ്ട്, ഈ മെമ്മറി എല്ലാം വെച്ചിട്ടായിരിക്കും നാച്ചുറലി സംസാരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്ക്രിപ്റ്റ് ഇല്ല. അപ്പൊ ആ സ്നേഹവും അദ്ദേഹമായിട്ടുള്ള കാര്യങ്ങളും അവരിവിടെ വന്നിരുന്നു, ഇതെല്ലാം മെക്കാനിക്കലായിട്ട് പറയേണ്ട ആവശ്യമില്ല. സാറിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങ് പറയണം. അപ്പോൾ വൈഫ് ഒരു പോയിന്റിൽ ഇതെല്ലാം കേട്ടിട്ട് അതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയും. എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോഴത്തേക്കും നമ്മളെ മോൻ്റെ അഡ്മിഷന് ഞാൻ രാജേഷിനെയാണ് വിളിച്ചത്. അവൻ വീട് പെട്ടെന്ന് അറേഞ്ച് ചെയ്തു. സോ അതിനൊരു അയാൾ ചെയ്ത ഒരു കർമ്മം, അയാൾ ചെയ്ത ഒരു നല്ല കാര്യം, നമുക്ക് അനുഭവപ്പെട്ട കാര്യം, ഇതെല്ലാം ലിങ്ക് ചെയ്ത് പറയുന്നു. ആ സീനിന് വേറൊരു ഫ്ലേവർ വരുന്നു. അത് ശരിയാണല്ലോ, അത് അങ്ങനെയാണല്ലോ എന്ന് വൈഫ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇവരുടേതായ കഥാപാത്രങ്ങൾ ഇവരുടേതായ ഭാഷയിൽ സംസാരിക്കുമ്പോൾ തന്നെ ഈ സബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്തം മാറിപ്പോകാനും പാടില്ല. മാറിപ്പോകുന്നതിന് ഞാൻ ഇൻസ്ട്രക്ടറായിട്ട് നിന്നുകൊണ്ട് ഇവര് ആ സ്റ്റോറി തന്നെയാണോ നിൽക്കുന്നത്, അടുത്ത സീനിൽ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഏതൊക്കെ ക്യാരക്ടർ ഇടയ്ക്ക് കയറി വരണം, ഇതിനെക്കുറിച്ച് ഞാൻ ഇമ്പ്രൂവ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ വെറുതെ പറഞ്ഞു പോകാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അത് എല്ലാം പറഞ്ഞു പോകുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അത് പ്രധാനമാണ്. അല്ലെങ്കിൽ നമ്മളിത് എവിടെയെങ്കിലും പോകും. ഇപ്പൊ ഒരാൾ വന്ന് ചുമ്മാ ഒരാളെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, ഇപ്പൊ രാജേഷിനെ കുറിച്ച് ഞാൻ അങ്ങ് പ്രസംഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് എവിടെയോ പോകും. പക്ഷെ നമ്മൾ ഇതിനെ എവിടെ നിർത്തണം, ഒരു ചട്ടക്കൂടുണ്ടാവും, ഒരു സ്ട്രക്ചർ അതിന് ഇംപ്രൂവ് ചെയ്യുന്നതിനൊരു സ്ട്രക്ചർ വരും. അതിനാണ് ഞാൻ ഇവരെ ഫസ്റ്റ് ഡേ ഒരു ട്രെയിനിങ് കൊടുത്തത്. അപ്പൊ അവർ ആ സ്ട്രക്ചറിന് വെളിയിൽ അവർ പോവില്ല. പിന്നെ ഈ സീൻ എവിടെ കൊണ്ട് നിർത്തണം, എത്ര മിനിറ്റ് നിർത്തണം. ഇപ്പം ഇവർ രണ്ടും കൂടെ കോൺവെർസേഷൻ തുറന്നു പോയാൽ നെവർ എൻഡിങ്. അപ്പൊ ഇത് എവിടെ നിർത്തണം, എവിടെ സീൻ കഴിയുന്നു, അടുത്ത കഥാപാത്രത്തിന് അവസരമുണ്ടോ, അടുത്ത ആര് വരണം, അടുത്ത സീനിൽ ഇവരുണ്ടോ, ചിലപ്പോൾ അടുത്ത ലൊക്കേഷൻ മറ്റേ ഫാമിലി ആയിരിക്കും നമ്മൾ കാണിക്കുന്നത്. ഇപ്പൊ സ്റ്റോറി എന്താണോ അതനുസരിച്ച് നമ്മൾ ലൊക്കേഷൻ ഏതൊക്കെ ക്യാരക്ടറാണെന്ന് പ്ലേസ് ചെയ്ത് എന്നിട്ട് ഇവരെയും കണക്ട് ചെയ്യും. അത് കണക്ട് ചെയ്ത് അവസാനം ഈ പറഞ്ഞതുപോലെ ഇവരെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു. അത് ഈ പറയുന്നത് പോലെ നമുക്ക് അറിയാൻ പറ്റില്ല, അത് ചെയ്തു വരുമ്പോഴാണ് അതിന്റെ ബ്യൂട്ടി നമുക്ക് വരാം. അതായത് ലൈഫ് പോലെയാണ്, നമുക്ക് ലൈഫിൽ അറിയില്ലല്ലോ നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു. ഇപ്പൊ നമ്മൾ മീറ്റ് ചെയ്യുന്നു, ഇന്നലെ വരെ നമുക്കറിയില്ല. അപ്പൊ ഇന്ന് ഈ മീറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഇതൊരു സ്പിരിച്വൽ, ഒരു ആത്മീയമായിട്ടുള്ള ഒരു ജേണിയും കൂടെയാണ്. കാര്യം നമുക്ക് എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ദൈവം എന്ന് പറയാം, അദ്ദേഹം ഞാനും സാറും മീറ്റ് ചെയ്യാനുള്ള ഒരു സീൻ ഇന്ന് 2 മണിക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായി? ആ രംഗം നമ്മൾ ഈ നാടകത്തിൽ സൃഷ്ടിച്ചതുപോലത്തെ രംഗം നേരത്തെ അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കണം, ഇവരിങ്ങനെ മീറ്റ് ചെയ്യട്ടെ. അപ്പൊ അതിനെന്ത് ചെയ്യണം, ഞാൻ അതിനെ വാല്യൂ ചെയ്യണം, ആ സ്പേസിനെ ഞാൻ വാല്യൂ ചെയ്യണം, ആ സ്ഥലത്തെ വാല്യൂ ചെയ്യണം. എൻ്റെ മുമ്പ് നിൽക്കുന്ന വ്യക്തിയെ ഞാൻ ജീനിയസ് ആയിട്ട് കാണാം. എന്നെക്കാട്ടിയും ഞാൻ ഈ സീൻ ഏറ്റവും നന്നാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സാറിനെ ഏറ്റവും വലുതായിട്ട് കാണണം. മനസ്സിലായോ?
അപ്പോഴെന്താ സംഭവിക്കുന്നത്, നമ്മൾ അറിയാതെ ഇവിടെ ഒരു മാജിക്കലായിട്ട് ഇതിനൊരു എഫക്റ്റ് ഉണ്ടാവും. മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഞാൻ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പൊ ഇംപ്രവൈസേഷൻ എന്ന് പറയുന്ന ഈ സമ്പ്രദായം നമ്മൾ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് പ്രയോജനം ചെയ്യുന്നത്, എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും? ഇതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. കാര്യം ഇതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, ഇപ്പോൾ സാറ് പറഞ്ഞ ഈ ഒരു ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് തിയേറ്ററുകളിൽ മാത്രം നിൽക്കുന്നതല്ല. അത് ഏതൊരു കാര്യത്തിനായി, ഇപ്പം സിമ്പിളായിട്ട് സാറ് ഇതിൻ്റെ ഡയറക്ടറാണ്. സോ സാറിന് ഈ പ്രൊഫഷൻ, ഈ സാധനം എങ്ങനെ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? അവിടെ ആ ചിന്ത വരുമ്പോഴാണ് ഇത് വേറൊരു ലെവലിലോട്ട് പോണത്. വ്യത്യസ്തമായ ലെവലിലോട്ട് പോകുന്നത് എന്താണ്, ഞാൻ ഇതിനെ എങ്ങനെ ഇംപ്രവൈസ് ചെയ്യാം. അപ്പം ഒരു പേപ്പർ എൻ്റെ കയ്യിലിരിക്കുന്നു, അത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യും. അതിനെ ഓട്ട ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മുഖത്ത് വയ്ക്കും, അല്ലെങ്കിൽ തലയിൽ വയ്ക്കും, ഒരു ക്യാപ്പാവും, അതിനെ ബോളാക്കും. സോ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ക്രിയേറ്റീവ് ഈ ഷോ, ഇതിനെ ഞാൻ എങ്ങനെ ഇംപ്രൂവൈസ് ചെയ്ത് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള കാര്യം സാറ് ചിന്തിച്ച് നമ്മൾ പലപ്പോഴും ഈ ഇംപ്രൂവൈസേഷൻ്റെ വേറൊരു റൂളാണ് ലേൺ ടു ഫെയിൽ. തോൽക്കുന്നതിൽ നിന്ന് പഠിക്കണം. തോൽക്കാൻ നമ്മൾ റെഡി ആവണം. ഇപ്പം മനസ്സിലായില്ല, നമ്മൾ ചിലപ്പോൾ തോറ്റു പോകും. ഒരു സീൻ ഇടുമ്പോൾ ശരിയാവില്ല, അടുത്ത ശരിയാവില്ല, മറ്റവന് കുറച്ച് ഓവറായിട്ട് പറയും. അത് ഇപ്പം ഞാൻ പറയണതിന് സാർ അക്സെപ്റ്റ് ചെയ്യാൻ നോ എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഡ്രാമ. അപ്പോൾ അതെങ്ങനെ കൊണ്ടുപോകണം, അതേസമയം കോൺഫ്ലിക്റ്റ് വരണം, ഇതെല്ലാം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മൾ തോറ്റുകൊണ്ടിരിക്കും. ഇപ്പം ഇംപ്രോയുടെ മെയിൻ റൂൾ എന്താണ്, ലേൺ ടു ഫെയിൽ. നിങ്ങൾ തോക്കാൻ തയ്യാറാവണം. പക്ഷേ നിങ്ങൾ ഒരു പോയിന്റിൽ തോറ്റു വരുന്ന ഒരു പോയിന്റിൽ, ഏതോ ഒരു പോയിന്റിൽ നിങ്ങൾ വിജയിക്കും. ഒരു പക്ഷേ സാറ് ഈ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേയും കുറേ ആങ്സൈറ്റിയും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടി എങ്ങനെയാണ് ബാക്കിയുള്ളവർ ചെയ്യുന്നത്, ഇതെങ്ങനെ ഫ്ലോയിൽ വരുന്നു, എങ്ങനെ. ബട്ട് സ്റ്റിൽ യു കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്. ഒരു പോയിന്റിൽ സാറിന് മനസ്സിലായി, ഞാനും അവരെ പോലെ തന്നെ ചെയ്തു തുടങ്ങുകയാണ്, എനിക്കതിൽ കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ഇംപ്രൂവൈസേഷൻ്റെ റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തോക്കുന്നതിൽ നമ്മൾ ഒരിക്കലും ഇട്ടിട്ട് പോവുകയോ ഒന്നും ചെയ്യരുത്. യു കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്. ഇപ്പോൾ മ്യൂസിക്കിൽ തന്നെ എന്നെ സാറ് ഒരു പഠിപ്പിക്കുകയാണ്, തത്തരി തരി കിട തിക്കുതൊക്കെ തരി കിട തത്തരി തരി കിട തിക്കുതൊക്കെ തരി. ഞാൻ ഇങ്ങനെ വായിക്കുമ്പോൾ ശരിയാവില്ല, തെറ്റും, തത്തരി ഇങ്ങനെയൊക്കെ ആയിപ്പോവും. അപ്പോൾ അത് ശരി. അപ്പോൾ സാറെന്ത് ചെയ്യും, ഒന്നുകൂടെ വായിക്കൂ, ഇനി വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ ആദ്യത്തെ നോട്ട് ഒന്നുകൂടെ തറപ്പിക്കൂ, എന്നിട്ട് അതിലൊരു രണ്ടാമത്തെ നോട്ടിലോട്ട് വരൂ. ഇങ്ങനെ ഡെവലപ്പ് ചെയ്താണ് കുറേ നമ്മൾ അവിടെ എല്ലാം ഫെയില്യൂർ ആവേ. എവറി ഡേ ലെസൺസ് എടുക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും തോറ്റുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ ഇംപ്രൂവൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോഴെന്താ സംഭവിക്കുന്നത്, ഈ തോൽവിയിൽ കൂടെ അവന് ബോധമുണ്ടാവും, ഒരു ടൈം ഞാൻ ഈ കറക്റ്റ് നോട്ടിൽ എത്തും. അവനത് എത്തുകയും ചെയ്യും. മനസ്സിലായി. നമ്മളെല്ലാം ആ ജേണിയിലുള്ളവരാണ്. സാറ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം ഇതിനെ ഏറ്റവും നന്നായിട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. യു ആർ സെർച്ചിങ് ആൻഡ് ഡൂയിങ്. ഇവിടെ കുറേ ആർട്ടിസ്റ്റുകൾ വരുന്നു, അത് ചെയ്യുന്നു, ബട്ട് സ്റ്റിൽ യു ആർ ലേണിങ്. ചില സാധനങ്ങൾ ശരിയാവില്ല, പക്ഷെ അതിൻ്റെ കൂടുതലാക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഇംപ്രോ. നമ്മൾ ഓരോ സമയം തോക്കുമ്പോഴും നമ്മൾ അടുത്തത് ബെറ്റർ ആക്കാൻ ശ്രമിക്കാൻ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തുന്നതും. നമ്മൾ ചിലപ്പോൾ ഏറ്റവും നന്നായിട്ടായിരിക്കും അത് ചെയ്തത്, പക്ഷെ അത് ആൾക്കാരിൽ റീച്ച് ചെയ്യാനുള്ള പ്രശ്നം വന്നു. അവിടെ തോൽവിയല്ല, അത് ശരിയായില്ല, ആൾക്കാരിൽ റീച്ച് ആയില്ല. അടുത്തത് ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് വരുന്നത് ഈ പ്രിൻസിപ്പിൾ കൊണ്ടാണ്. ഇപ്പോൾ ഇംപ്രവൈസേഷൻ ആസ്പദമാക്കിയുള്ള ഒരു പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ പല അഭിനേതാക്കളെ ഇതിലേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്യും. അപ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു കഥാപാത്രത്തെ കാസ്റ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന എന്തൊക്കെയാണ്? ഇതിൽ അങ്ങനത്തെ യാതൊരു ശ്രദ്ധയോ, ഇപ്പം സാറ് നന്നായിട്ട് അഭിനയിക്കും, മറ്റേയാൾ നന്നായിട്ട് അഭിനയിക്കും, അങ്ങനെ ഒരു ചോയ്സ് ഇവിടെ ഇല്ല. ഞാൻ ഈ വർക്ക്ഷോപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരെയും ഞാൻ അനലൈസ് ചെയ്യാൻ പോയിട്ടില്ല, ആരാണ് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇതിന് വേറൊരു ഒണ്ണസ് എന്നൊരു സാധനമുണ്ട്. കാര്യം വേർതിരിച്ചിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 60 പേരുടെ പേര് ഓർമ്മയില്ല. ഇയാളാണ് കൂടുതൽ നല്ല ടാലൻ്റ് ഉള്ളത്, അങ്ങനെ ഒരു വേർതിരിവേ ഈ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല. സാറ് പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന് അയാൾ യോജിക്കൂ, ഈ ക്യാരക്ടറിന് അയാൾ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസേ ഉണ്ടായിട്ടില്ല. ഞാൻ ആരുടെടുത്തെങ്കിലും ചോദിച്ചു, ഇതിലെ പ്രോട്ടോഗോണിസ്റ്റ്, മെയിൻ നായകൻ ആർക്കാണ് താല്പര്യം, ഒരാൾ കൈപൊക്കി. അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ്. അപ്പൊ ഞാൻ അങ്ങനെ ആകാര്യം ഞാൻ അത് നോക്കിയിട്ടാണല്ലോ. അയാൾ കഥ കേട്ട് കഴിയുമ്പോൾ അയാൾക്ക് അറിയാൻ പറ്റുമല്ലോ ഞാൻ ഇതിൽ പ്രാപ്തനാണോ. അല്ലാതെ ചുമ്മാ പറയാൻ പറ്റുമല്ലോ. അപ്പൊ അയാൾ എണീറ്റ് വന്ന് കൈ പൊക്കിയപ്പോ ഒരു ആത്മവിശ്വാസം. യെസ്. ഇപ്പൊ ഒരാള് ചുമ്മാ അങ്ങനെ ചെയ്യൂലല്ലോ. ഇപ്പം സാർ എന്നെ ഈ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചു,
എനിക്ക് ഒന്നും അറിഞ്ഞൂടാതെ എന്നെ വിളിക്കില്ല, ഒന്നും അറിയാതെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അതെ. അപ്പം മനസ്സിലായി, ഒരു ആത്മവിശ്വാസമാണ്. ഒരു ആത്മവിശ്വാസം. അപ്പോൾ അതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേറെ ആരും ചലഞ്ച് ചെയ്തില്ല. സാർ വന്ന് എൻ്റെ ഒന്നാമത്തെ ക്യാരക്ടറിലിരിക്കും, വായിച്ചപ്പോൾ അടുത്ത ക്യാരക്ടറുണ്ട്, ഈ ക്യാരക്ടർ ചെയ്യാൻ ആരുണ്ട്, ഒരാൾ കൈപോയി. അങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അല്ലാതെ ഞാനിപ്പം വിളിച്ചിരുത്തിയിട്ട് ഈ ക്യാരക്ടറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ കാണികളായിരുന്ന സാറിന് എന്തു തോന്നി? ആ തിരഞ്ഞെടുപ്പ് കറക്റ്റായിരുന്നു തോന്നി. തീരെ പിന്നെ നമുക്ക് തോന്നും അങ്ങനെ ഒരു ചോയ്സ് എനിക്ക് വേണ്ടി വന്നില്ല. കാര്യം ഞാൻ ചോദിച്ചപ്പോൾ കൈപൊക്കിയവരെല്ലാം ഇവരെല്ലാം അത്രത്തോളം ആ വർക്ക്ഷോപ്പ് ഉൾക്കൊണ്ടുകൊണ്ട് മൂവ് ചെയ്ത ചില ആർട്ടിസ്റ്റുകൾ, അവർ എല്ലാവരും ബ്രില്യൻസ് ആയിട്ടുള്ള ആക്ടേഴ്സുമായിരുന്നു എല്ലാവരും. അതുകൊണ്ട് എനിക്ക് പ്രൊഡക്ഷൻ സമയത്ത് ഇവരുടെ ടാലൻറ്റ് എല്ലാം വെളിയിൽ വരുന്ന രീതിയിൽ ഞാൻ ആരെയും അധികം ട്രെയിൻ ചെയ്യാനോ, ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്യാനേ പോയുള്ളൂ. ഇത് വേണ്ട, അടുത്ത സീനിലോട്ട് പോകാൻ നമുക്ക് സമയമാവും, അതുകൊണ്ട് ഇങ്ങനെ വരണം, അടുത്ത നിങ്ങൾ ഇങ്ങനെ പോകണം എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ അവർക്ക് ഫുൾ ഫ്രീഡം കൊടുത്തു. അവർ ഒരു ക്യാരക്ടർ വന്ന് അവർക്ക് പറയാൻ പറ്റുന്ന മാക്സിമം നിങ്ങൾ പറയൂ. പക്ഷെ ഇപ്പൊ സാറിന് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ, ഐഡിയ ഉണ്ടെങ്കിൽ മാക്സിമം പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എഡിറ്റ് ചെയ്യാം. അതേസമയം ഉള്ളിലുള്ള സാധനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ഇല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുന്ന പീക്ക് നിങ്ങൾ ഡെലിവർ ചെയ്യൂ, നമുക്ക് എന്നിട്ട് എഡിറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും എക്സ്പ്രഷൻ ചെയ്യാൻ എല്ലാവരും വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. സോ ദേ ഡു ദെയർ ബെസ്റ്റ്. എന്നിട്ട് ഞാൻ പറയും, ഇതിൻ്റെ ഇത്രയും മതി. ഞാനല്ലാതെ അവരെ കയറി നിന്ന് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പ്രിയ ശ്രോതാക്കളെ, നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ലണ്ടൻ ആസ്ഥാനമായി നാടക പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ശ്രീ മനോജ് ശിവ. അദ്ദേഹത്തോട് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ശ്രദ്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് കഥാപാത്രങ്ങൾക്കൊന്നും വേഷവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരെങ്ങനെയാണോ വന്നത്, ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ വന്ന അതേ വേഷത്തിലാണ് അവർ അഭിനയിച്ചത്, കഥാപാത്രങ്ങളായത്. പക്ഷെ കൃത്യമായിട്ട് ആ കഥാപാത്രങ്ങളായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു എന്നുള്ളത് അത് അവരുടെ ഒരു അഭിനയത്തിന്റെ ഒരു അഭിനയം മാത്രമല്ല, ഇതിന്റെ ഇടയിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത ഇംപ്രോയുടെ കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അതായത് ജനങ്ങൾക്ക് നമുക്കിതിൽ ലൊക്കേഷനൊന്നുമില്ല, നമ്മൾ സ്ക്രീൻ മാറ്റുന്നില്ല, കട്ടൗട്ടില്ല, ഒന്നുമില്ല, വെറും ബ്ലാങ്ക് ആയിട്ടുള്ള ഇറ്റ്സ് എ പ്യുവർ ആർട്ട്. ഇതിൽ വേറെ ഒരു കാര്യവുമില്ല. അപ്പം ഇതെല്ലാം രജിസ്റ്റർ ചെയ്യാനായിട്ട് വരുന്ന ക്യാരക്ടേഴ്സും വരുന്ന ആൾക്കാരും ആ മൂഡ്, ആ സിറ്റുവേഷൻ്റെ മൂഡ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ 4 പേരാണ് ആ സീനിലെങ്കിൽ അത് നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം എന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ ചില ചേഷ്ടകളും കാര്യങ്ങളും എല്ലാം ഒരു കവലയാണ് കാണിക്കണമെങ്കിൽ അങ്ങനെയാണ്, ഇങ്ങനെ മൂവ് ചെയ്യണം, ആ ഒരു സാധനം തോന്നാം. നിങ്ങളുടെ ജീവിതത്തിലെ കവലകളെ കുറിച്ച് ഞാൻ എല്ലാവരുടെ അടുത്തും ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു മെമ്മറി ഉണ്ട്. എൻ്റെ നാട് ഇങ്ങനെയാണ്, അവിടെ ഒരു മുറുക്കാങ്കടയുണ്ട്, അവിടെ ഇങ്ങനെ ഒരാൾ ഒരിടത്ത് ഇരിക്കുന്ന ഒരാൾ കാണും. അത് നമ്മളെല്ലാവരുടെ കാര്യം, പല ആൾക്കാരാണെങ്കിലും നമ്മുടെ എല്ലാവർക്കും ഒരു കടയും കാര്യങ്ങളും അവിടെ ഇരിക്കുന്ന ഒരു ഏതെങ്കിലും ഒരു തങ്കപ്പണ്ണനോ ആരെങ്കിലും കാണുമല്ലോ. അവരൊക്കെയാണ് നമ്മളുടെ ആ സമൂഹത്തിൽ ആ പർട്ടിക്കുലർ സ്ഥലത്തിന് ഒരു ക്യാരക്ടർ കൊടുക്കുന്നവർ. അപ്പം ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കുറെ ആൾക്കാരാണ് നമ്മളുടെ ആ സൊസൈറ്റിയിൽ ആ ക്യാരക്ടർ കൊടുക്കുന്നത്. നമ്മൾ അറിയുന്നില്ല അത്. നമ്മൾ ഇവരെ ആരെയും അത്ര വാല്യൂ ചെയ്യുന്നില്ല, കാരണം കാഷ്വൽ ആയിട്ട് പോണോണ്ട്. അപ്പൊ ഇവരെല്ലാം നിങ്ങളുടെ വീട്ടിൽ അവിടെ ഉള്ള ആൾക്കാരെ നിങ്ങൾ പ്ലേസ് ചെയ്തു എന്ന് പറയുമ്പം അവർ അതിനനുസരിച്ചുള്ള ചേഷ്ടകളും ആ കവലയെല്ലാം അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ആ നാടകത്തിൽ കൊണ്ടുവരുമ്പം നമുക്കിതൊന്നും പ്രത്യേകിച്ച് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹിമാലയം ഓരോ വ്യക്തികളും കാണുന്നത് പലതരത്തിലാണെന്ന് പറയുന്ന പോലെ ഈ ഓരോ കഥാപാത്രങ്ങൾ ഇവരുടെ ചിന്തകളിൽ നിന്ന് വരുന്ന കഥാപാത്രങ്ങളാണ്. അതെ, അപ്പൊ അത് വ്യത്യസ്തം ഉണ്ടാവും. ഇപ്പം പത്മനാഭൻ സാറിന്റെ സ്റ്റോറി എടുത്തപ്പോഴത്തേക്കും അതിന്റെ മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത്, എപ്പോഴും എല്ലാവരും പറയുന്നത് എന്താണ്, ഒരുപാട് സമയം എടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ ഒരു സിനിമ അങ്ങനത്തെ ആൾക്കാരൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് മെഡിറ്റേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഒരുപാട് ഡിസ്കഷൻസും ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു വർഷമൊക്കെ എടുത്തിട്ടായിരിക്കും ഇപ്പോൾ ആടുജീവിതം പോലെയുള്ള എത്രയോ കാലങ്ങൾ എടുത്തിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണിക്കാൻ പറ്റൂല, കാര്യം നമ്മൾ അങ്ങനെയുള്ള ഒരു രീതി അല്ല ഇത്. പക്ഷെ ആടുജീവിതം എന്നുള്ളൊരു സ്റ്റോറി നമ്മൾ ഇംപ്രോയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ ആടുജീവിതത്തിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് വേറൊരു തലത്തിലോട്ട് അവരെ കൊണ്ടെത്തിക്കാനും വേറൊരു സാധനത്തിലോട്ട് എന്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല,
എത്തിക്കാനും നമുക്ക് പറ്റും. ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നാടകത്തിലാണെങ്കിൽ പോലും നാടകത്തെ ബേസ് ചെയ്താണ് ഇപ്പോൾ താങ്കൾ സംസാരിക്കുന്നത്. നാടകത്തിലെ ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് വന്ന് ഒരു പീക്കിൽ അവൻ വിജയിക്കുന്ന ഒരു തലമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ കൂടുതൽ രസിപ്പിക്കുക, സന്തോഷിപ്പിക്കുക, അതിന്റെ പീക്കിൽ എത്തിക്കുക. അപ്പൊ ഇങ്ങനെ ഈ ഒരു തോട്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, ഇപ്പൊ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ തന്നെ നമുക്കത് അഡാപ്റ്റ് ചെയ്തോളൂ. അതെ, ഇപ്പൊ ഇതിന്റെ ഇംപ്രൂവ്ഡ് ആദ്യത്തെ തിയറി എന്ന് പറഞ്ഞാൽ എസ് ആൻഡ് എന്നാണ്. ഫാമിലി ജീവിതം നന്നാക്കാൻ, സുഖകരമാക്കാൻ നമുക്കത് ഇത് ഉപയോഗിച്ചു. ഫാമിലി എന്ന് പറയുന്നത് മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിലും ഏതൊരു കാര്യത്തിലും. അതെ, ഇതിന്റെ എസ് ആൻഡ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ തിയറിയാണ് ഇംപ്രോയിൽ പറയുന്നത്. അതൊരു ഭയങ്കര ജീനിയസ്, അത് ഭയങ്കര റൂട്ടാണ്. ആ സാധനം മാത്രം നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ മതി. യെസ് ആൻഡ്. ഇപ്പൊ ഒരു കോൺഫ്ലിക്റ്റ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നാലും എന്ത് പ്രശ്നം വന്നാലും ഒരു കോൺഫ്ലിക്റ്റിലാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ പറയുന്നത് അങ്ങനെ ആയിപ്പോയി, എനിക്ക് അവിടെ അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി. അപ്പം ഞാൻ ആ വ്യക്തി, എൻ്റെ പാർട്ണർ പറയുന്ന വ്യക്തിയെ ഞാൻ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് പറയാണ്? യെസ് ആൻഡ്, നീ പറഞ്ഞത് ശരിയാണ്, അംഗീകരിക്കുക. നിന്നെ ഞാൻ അംഗീകരിക്കുകയാണ്, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു വഴികളുണ്ട്. അതും കൂടെ ഒന്ന് നീ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കി, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ യെസ് എന്ന് പറയുമ്പോൾ ഒന്നാമത് സംഭവിക്കുന്നത്, യു ആർ സറണ്ടറിങ് ഓൾ യുവർ ഈഗോസ്. മനസ്സിലായോ? ഞാൻ അവരെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റെ ഈഗോ ആദ്യം ഞാൻ ഷെഡ് ചെയ്യണം. മറ്റത് ഞാൻ അംഗീകരിക്കാതിരിക്കുമ്പോഴെന്താ സംഭവിക്കുന്നത്? ഞാൻ അതിൻ്റെ മോളിൽ കയറി നിൽക്കുകയാണ്. ഞാൻ ഇത് സമ്മതിച്ചു കൊടുക്കാനൊന്നും പോണില്ല. മനസ്സിലായില്ലേ? എത്രയായാലും ഞാൻ പറയണ പോലെ കേട്ടാൽ മതി. ഈ അക്സെപ്റ്റൻസ് വരുന്നത് എന്താണ്? ദർ ഇസ് ഈഗോ സറണ്ടറിങ് ആണ്. സറണ്ടറിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമന്നടിച്ച് വീഴുന്നതല്ല. ഞാൻ അത് വേണ്ട, എനിക്ക് അവർ പറയുന്നത് ഞാൻ കേൾക്കാം. അതിലൊരു സാധനമുണ്ട്, അത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനൊരു ബെറ്റർ, നമ്മളെ മെച്ചപ്പെടുത്തലാണ് നമ്മളുടെ ജോലി. വേറൊരു രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പം നീ പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, നീ പറഞ്ഞതെല്ലാം ശരിയാണ്, എനിക്കറിയാം അതിന് ഇത്ര കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഇങ്ങനെയുണ്ട്, അതുണ്ട്, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ കുറച്ചുകൂടെ നീ ചിന്തിച്ചു നോക്കൂ, ഒരു സമാധാനപരമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കത് കോംപ്രമൈസ് ചെയ്തിട്ട് നമുക്ക് അവരെ ഒന്ന് പോയി കാണാം. ചിലപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് ആ കാര്യം സംസാരിക്കുമ്പം അതൊരു വേറൊരു വലിയ ബന്ധത്തിലോട്ട് പോയാലോ, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അവരത് നമ്മളെ ഓഫർ നമുക്ക് കൊടുക്കാം, അവർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ പോവാം. അപ്പം നമുക്ക് എന്ത് പറ്റുന്നു? നമ്മളതിന് തയ്യാറായതിൻ്റെ ഒരു പീസ് ഓഫ് മൈൻഡ് അറ്റ്ലീസ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും നമ്മളിൽ അതിലുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ദൈനംദിന ജീവിതത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഇത് പിന്നെ ഇപ്പോഴത്തെ ഫോർമാറ്റിൽ ആൾക്കാർക്ക് വേറെ, ഇത് കോർപ്പറേറ്റ് ഓഫീസിൽ ചെയ്യാം, അതുപോലെ സ്കൂളുകളിൽ ചെയ്യാം, അതുപോലെ മെൻ്റലി പ്രോബ്ലമുള്ള കുട്ടികൾക്ക് ചെയ്യാം. അത് എൻ്റെ വേറൊരു പ്രോജക്റ്റാണ്, ഈ ചലഞ്ചഡ് ബിഹേവിയറുള്ള കുട്ടികൾക്ക് ഇത് ചെയ്യാം. പിന്നെ ടീച്ചേഴ്സിന് അവർ ട്രെയിൻഡ് ആവണം. ടീച്ചേഴ്സ് ഈ പറഞ്ഞ പോലെ ഈ പ്രിൻസിപ്പിൾ മനസ്സിലായി കഴിയുമ്പോൾ അവർക്ക് കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കുട്ടികൾ പറയുന്നതിലും കാര്യമുണ്ടെന്നൊരു ടീച്ചർ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അവരാണ് എന്തോ മാസ്റ്ററായിട്ട് നിൽക്കുന്നതാണ്. എനിക്കൊരു സ്റ്റോറി അറിയാം. കാരണം ഒരു കുട്ടി, കുറച്ച് പഠിക്കാൻ മോശമായ കുട്ടിയെ ഒരു അച്ഛനും അമ്മയും ഡെയിലി പറയണം പഠിക്ക്. അപ്പോൾ അവനെ അതിന് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ പറയണതാണ് അവരുടെ രീതി അനുസരിച്ച് അവനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഠിക്കാൻ. ഫൈനലി ഇവൻ ഒന്നും ചെയ്യാതെ വന്നപ്പോൾ അവനെ കൊണ്ടൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് അവന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. മനസ്സിലായോ? അപ്പോൾ അവൻ പറയാണ് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഇംപ്രോവൈസേഷൻ തിയറി അപ്ലൈ ചെയ്യണമെങ്കിൽ യെസ് മോനെ, എന്താ നിനക്ക് പഠിക്കാത്തതെന്ന് അച്ഛനും അമ്മയും അന്വേഷിക്കാം. അതാണ് പറയേണ്ടത്. അപ്പം അന്വേഷിക്കുമ്പോഴത്തേക്ക് അവനെ അക്സെപ്റ്റ് ചെയ്യണം. ആദ്യം അവനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ യെസ്, നിന്റെ പ്രശ്നം എന്താണെന്ന് നോക്കട്ടെ. ഇത് നേരത്തെ ആവാമായിരുന്നു അവർക്ക്. ഇവർ ചലഞ്ച് ചെയ്ത് പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെ ആരോ പറഞ്ഞ് അവർ തീരുമാനിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കുട്ടി പറയുന്നതിന് പിന്നിൽ അതിൻ്റെ ഒരു കാര്യമുണ്ടോയെന്ന് അവൻ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. അവൻ അന്നേ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവന് ഈ കോംപ്ലിക്കേഷൻസിലോട്ടുള്ള കാര്യങ്ങൾ പോവാതെ അന്നേ അവന് അതിനുള്ള മെഡിസിനോ കൗൺസിലിങ്ങോ ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ അവൻ അന്നേ അവിടെ മെച്ചപ്പെടുത്താമായിരുന്നു. വീണ്ടും നമുക്ക് നാടകത്തിലേക്ക് വരാം. താങ്കൾ ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ച ആളാണ്, അതുകൊണ്ടുകൂടിയാണ് ചോദിക്കുന്നത്. ഈ നാടകത്തിൽ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യമില്ലേ? UK എങ്ങനെയാണ് ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ ഈ സംഗീതത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? അതായത് ഞാൻ ഇംഗ്ലണ്ടിൽ കണ്ടിട്ടുള്ള നാടകങ്ങളിൽ മ്യൂസീഷ്യൻസ് ഇങ്ങനെ അവരുടെ ഒരു ക്യാബിനുണ്ട്. അവർ ചിലപ്പോൾ അണ്ടർഗ്രൗണ്ടിലായിരിക്കും. അത് നാടകം നടക്കുന്നത് താഴെ വീഡിയോയിൽ കാണിച്ചു കൊടുത്തിട്ട് അവർ പ്ലേ ചെയ്യുന്ന 10-30 വയലിൻ, ഗിറ്റാർ, ചെല്ലോ, അതൊരു ഭയങ്കര ലൈവ് മ്യൂസിക് ആ ഹാളിൽ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ വേറൊരു ലോകത്തോട്ട് പോകും. അത് ആക്ച്വലി ഞാൻ കേരളത്തിലോ ഇന്ത്യയിലും ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല.
നാടകങ്ങൾക്ക് അവർ കൊടുക്കുന്ന ആ ഒരു സീരിയസ്നെസ് ഭയങ്കര, കൾച്ചർ ഭയങ്കര വലുതാണ്. ദേ ആർ പ്ലേയിങ് ലൈവ്. നമ്മൾ ട്രാക്ക് ഇട്ടിട്ടോ നമ്മൾ വേറെ ഒന്നും ഇട്ടിട്ടോ അല്ല, ഇതെല്ലാം ലൈവായിരുന്നു. ഞാൻ എന്തുകൊണ്ട് ലൈവ് ആക്കി എന്ന് പറഞ്ഞാൽ ഇംപ്രൊവൈസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും എല്ലാത്തിൻ്റെയും ഒരു ടോട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ അപ്ലൈ ചെയ്യപ്പെടുകയാണ്. ഇപ്പം നടൻ കുറച്ച് സ്കിപ്പ് ചെയ്ത് കുറച്ച് ആക്ട് ചെയ്യുന്ന ചാൻസസ് ഇംപ്രോയിൽ കൂടുതലാണ്. ഇപ്പൊ നേരത്തെ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു മ്യൂസിക് അവിടെ പറ്റില്ല. ഇത്രയും ചിലപ്പോൾ ഡ്യൂറേഷൻ കവർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഗ്യാപ്പിനിടയ്ക്ക് അത് മിസ്സായി വേറെ എന്തെങ്കിലും അറേഞ്ച്. അപ്പൊ ഇതിലൊന്നും ഈ പരിപാടി നേരത്തെ അത് അവിടെ ചെയ്യണം, ഇത് ഇവിടെ ചെയ്യണം, അവിടെ ഒന്നും നടക്കില്ല. അപ്പൊ ഇത് പറയണ എന്താണ്, ആ മൂഡിനനുസരിച്ചുള്ള സാധനം കൊടുക്കണം. അതിന് ബിഫോർ ഇപ്പൊ ഇതില് ആ മ്യൂസീഷ്യൻ ചെയ്ത ഒരു ഇംപ്രൊവൈസേഷൻ അയാൾ കിടന്നുറങ്ങി, അടുത്ത മൂമെന്റിൽ അയാൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരും. അപ്പൊ അതിനു മുമ്പ് അയാൾ ചെറിയ കിളികളുടെയും ചില സാധനങ്ങളും ഒക്കെ എടുത്തിട്ടു. അപ്പം ആൾക്കാർക്ക് രജിസ്റ്റർ ആയി അടുത്ത മോർണിംഗ് ആയത്. സോ ഇത്തരം സാധനങ്ങൾ അവനെ ഒരു ഇംപ്രൊവൈസേഷൻ അപ്ലൈ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കിയാണ്. അപ്പൊ അവന്റെ അടുത്ത് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തില്ല. പക്ഷെ അവൻ കീൻ ഓൺ ലിസണിങ് ടു ദാറ്റ്. അവന് ടക്കിന് സാധനം പറയണം. അവനെ നമ്മളൊരു ക്രിയേറ്റീവായിട്ട് മാറ്റുകയാണ്. ഇന്നലെ ചെയ്ത കാര്യങ്ങളെല്ലാം 100% ക്രിയേറ്റീവാണ്. അത് സാറിന് വേറൊരിടത്ത് കാണാൻ പറ്റില്ല. കാര്യം എല്ലാവരുടെയും ക്രിയേറ്റിവിറ്റിയാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ അതിൽ നിന്ന് ഒരു സാധനം റിപ്പീറ്റ് ചെയ്യാനും പറ്റില്ല. സ്ക്രിപ്റ്റ് മാറും. അടുത്ത പ്രാവശ്യം ഇവർ ചെയ്യുമ്പോൾ വേറെ മ്യൂസിക് ആയിരിക്കും വരുന്നത്, വേറെ സാധനമായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞു. ഇതിനെ ഇനി ഒരു ബെറ്റർ സാധനമായിട്ട് മാറ്റാനുള്ള ഒരു പ്രൊഡക്ഷനാണ്. അങ്ങനെയൊന്നും വരുന്നില്ല. ഇത് അടുത്ത പ്രാവശ്യം വേറൊരു ചില എലിമെന്റ് ചിലപ്പോൾ ആഡ് ചെയ്യും. ഇപ്പോൾ കുറേ വർഷങ്ങളായി അങ്ങ് UK താമസം. അപ്പോൾ അവിടുത്തെ നാടക പ്രസ്ഥാനങ്ങളൊക്കെ എങ്ങനെയാണ്, അവിടുത്തെ എപ്പോഴൊക്കെയാണ് അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി? UK ഞാൻ ഒരുപാട് മലയാളികളുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രൊഡക്ഷൻസ്, ഒരു 20ഓളം പ്രൊഡക്ഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടുതൽ ബലപ്പെട്ട് വന്നത് ഞാൻ ഈ ഇംപ്രൊവൈസേഷൻ തിയറി അപ്ലൈ ചെയ്തിട്ടാണ്. ഇപ്പോൾ പലരും വന്ന് പറയും നമുക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഓണാഘോഷത്തിന് അങ്ങനെ ചെയ്യണം. അപ്പം ഞാൻ വ്യത്യസ്തത വരുത്തുന്നതാണ് ഇംപ്രൊവൈസ്. എല്ലാവരും ചെയ്യുന്നതിൽ നിന്നും ഒരു നടൻ വ്യത്യാസമാവുന്നതിനും ഒരു സ്ക്രിപ്റ്റ് വ്യത്യസ്തമാവുന്നതും ഇവരെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്, ഇന്നലത്തെ വർക്ക്ഷോപ്പ് വ്യത്യസ്തമായതും സാറിനത് അങ്ങനെ തോന്നിയതും എന്നെ ഇവിടെ വിളിക്കാനും ഇതിനെല്ലാം സംഭവിച്ചിരിക്കുന്ന ഇംപ്രൊവൈസേഷൻ്റെ ആപ്ലിക്കേഷൻസാണ്. അപ്പം ഞാനിപ്പോൾ എത്ര പേരുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും നമുക്കൊരു 100 ആൾക്കാർ വന്നിട്ടുണ്ട്. നടന്ന കാര്യമാണ്. 100 ആൾക്കാർ അഭിനയിക്കാൻ റെഡിയാണ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു 100 പേർക്കുള്ള സ്ക്രിപ്റ്റ് ഓക്കെ. അപ്പം മഹാബലിയുടെ നടത്തി വയ്യ ഓണത്തിന്. അപ്പം പക്ഷേ മഹാബലിയും വേണം. അപ്പം മഹാബലി എന്ന് ഈ വ്യക്തി എൻ്റെ മുമ്പേ ഇരുന്ന് പറഞ്ഞപ്പം എനിക്ക് മഹാബലി മനസ്സിലായില്ലേ, ഒരു സാക്രിഫൈസ് നിന്ന്. അപ്പം ഞാൻ വിചാരിച്ചു മഹാബലി എന്ന് പറഞ്ഞാൽ വലിയൊരു സാക്രിഫൈസിങ്ങിൻ്റെ എലിമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ മഹാബലിയുടെ ചരിത്രം എടുത്തു വെച്ചിട്ട്, തിരുവനന്തപുരത്താണല്ലോ, അപ്പോൾ എനിക്ക് സ്വാതിരുന്നാളിൻ്റെ കഥകളും എല്ലാം വളരെ ഉള്ളിലാണ്. ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് സ്വാതിയുടെ ലൈഫ് ഒരു ബലിയായിരുന്നു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി. എന്നിട്ട് അപ്പോൾ അതിൽ നിന്ന് ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത്, പിന്നെ അതിലെല്ലാ കാര്യങ്ങളുണ്ട്. ഇംഗ്ലീഷുകാരുടെ എലിമെൻറ്റ്സ് വരുന്നുണ്ട്, സ്വാതന്ത്ര്യ സമരം വരുന്നുണ്ട്, ലിറ്ററേച്ചർ വരുന്നുണ്ട്, മ്യൂസിക് വരുന്നുണ്ട്. അപ്പം സ്വാതി തിരുനാളെന്ന് പറയുന്ന ഒരാൾ ഒരു വലിയ സംഭവമായിട്ട് അയാളെ ബലി ചെയ്യുന്നതായിട്ട് അതൊക്കെ നമ്മൾ ഈ സ്ക്രിപ്റ്റിൽ കൊണ്ടുവരുന്നു, ആഡ് ചെയ്യുന്നു. അപ്പോൾ ആൾക്കാർക്ക് അതൊക്കെ വൈബ്രൻ്റ് ആയിട്ട് തോന്നുന്നു. ധൈര്യത്തോടെ ഇവരെല്ലാവരെയും വെച്ചിട്ട് അതിൽ ഡാൻസും, ഇറ്റ്സ് എ ബിഗ് പ്രൊഡക്ഷൻ. അങ്ങനെ പിന്നെ കാന്തി എന്ന് പറഞ്ഞൊരു നാടകം ചെയ്തു. മലയാള സിനിമയിൽ 5 ക്യാരക്ടേഴ്സിനെ വെച്ച് അതിൽ 80ഓളം ആൾക്കാരുണ്ടായിരുന്നു. ഈ എല്ലാ പ്രൊഡക്ഷനും നമ്മളെ മധു സാറിന് എൻ്റെ എല്ലാ പ്രോജക്റ്റും ഈ മൊമെൻറ്റും സാറിന് ഇഷ്ടമാണ്. നമ്മളെ മിക്കവാറും എൻ്റെ എല്ലാ പ്രൊഡക്ഷനും സാറിൻ്റെ സാന്നിധ്യമുണ്ട്. സാറ് വന്ന് ഉദ്ഘാടനവും ചെയ്തിട്ടുണ്ട്. സാറിന് നാടകം, മധു സാർ ഇങ്ങനെയാണെങ്കിലും സാറിന് ഏറ്റവും ഉള്ളിൽ നാടകമാണ് ഏറ്റവും ഇഷ്ടം. തീർച്ചയായിട്ടും ആദ്യകാലത്ത് അധികം നാടക പ്രവർത്തനം. അപ്പോൾ സാർ എൻ്റെ കൂടെ നിന്ന് 3 മാസത്തോളം നിന്ന് ഇതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും സാർ എൻ്റെ കൂടെ വന്ന് ഞങ്ങളൊരു ഒരുപാട് നാടകങ്ങൾ ഞാൻ സാറുമായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും സാറിന് എൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിലും സാറിനെ വിളിച്ച് പറയുമ്പോൾ സാർ ഒരു ബൈറ്റ് എനിക്ക് തരും. അതൊരു ഭയങ്കര അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അപ്പം ഈ ജേണിയിൽ സത്യസന്ധമായിട്ടും ജെന്യൂനായിട്ടും നമ്മൾ മൂവ് ചെയ്യുമ്പം ഒരുപാട് നല്ല വ്യക്തികളെ നമ്മൾക്ക് അതിലൊന്നാണ് ഈ നിമിഷം ഞാൻ സാറുമായിട്ട് സംസാരിക്കുന്നത്. അത് തന്നെയാണ് ഭാഗ്യം. കാര്യം നല്ല ആശയങ്ങളും നല്ല കാര്യങ്ങളും കൊണ്ടുപോകുമ്പോൾ നമ്മളറിയാതെ ലോകം നമുക്ക് മുമ്പിൽ നല്ലതായിട്ട് വന്ന് നിൽക്കും. അതിനുള്ള സാധ്യതകളാണ് ഈ പറഞ്ഞ ഇംപ്രോ തിയറി നമ്മൾ പറയുന്നത്. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിൽ ഇപ്പോൾ ഭാരത് ഭവനിൽ ഇന്നലെ നടത്തിയതുപോലെയുള്ള വർക്ക്ഷോപ്പുകൾ, ആക്ടിംഗ് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു.
അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് അവസരങ്ങൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇനി നടത്തുവാൻ താങ്കളെ അതിനുള്ള അവസരം ലഭിക്കട്ടെ. അതുപോലെ തന്നെ UK നാടക പ്രവർത്തനങ്ങളും മറ്റ് സ്റ്റഡീസും ഒക്കെ ഗംഭീരമായി നടക്കട്ടെ. എല്ലാ ആശംസകളും നേരുകയാണ്. എന്നെ മനസ്സിലാക്കി റേഡിയോ കേരളയിൽ വിളിച്ചത് തന്നെ എന്താണ് എൻ്റെ മഹാഭാഗ്യവും പുണ്യമാണ്. എൻ്റെ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഓഡിയൻസും എൻ്റെ പുണ്യമാണ്. അപ്പോൾ അത് ഞാൻ വളരെ ഉള്ളിൽ നിന്നാണ് പറയുന്നത്. ഇത് എൻ്റെ മാത്രം ആവശ്യമല്ല, ഇത് കമ്മ്യൂണിറ്റിക്ക് തന്നെ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആവശ്യമാണ്. എന്നോട് സമീപിക്കുന്നവർക്ക് ഞാൻ ഇതിൻ്റേതായ കൂടുതൽ കാര്യങ്ങളും എനിക്ക് പറ്റുന്ന രീതിയിൽ, ഞാനിതിൻ്റെ ഒരു മാസ്റ്ററൊന്നുമല്ല, ഞാനൊരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതിന് ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യാനും എന്നും എനിക്ക് അതിനുള്ള സമയവും എല്ലാം ഒത്തുവരികയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. നന്ദി, സ്നേഹം. അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം സാർ. പ്രിയ ശ്രോതാക്കളെ, ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ലണ്ടൻ കേന്ദ്രമാക്കി നാടക പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സംവിധായകനും നടനും സംഗീതജ്ഞനുമായ ശ്രീ മനോജ് ശിവ. വീണ്ടും മറ്റൊരു അതിഥിയുമായി വീണ്ടും അടുത്ത വർത്തമാനത്തിൽ നമുക്ക് ഒത്തുചേരാം. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കേരള മീഡിയ അക്കാഡമിയുടെ ഇന്റർനെറ്റ് റേഡിയോ. വിസിറ്റ് www.radiokerala.in. റേഡിയോ കേരള, വിജ്ഞാനം, വിനോദം, വിചിന്തനം.